2014 ബെലോ ഹൊറിസോണ്ടിയിലാണ് ജർമ്മനി ലോകകപ്പിലെ അവരുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് നേടിയത്. ആ ലോകകപ്പിൻ്റെ ആതിഥേയരായിരുന്ന ബ്രസീലിനെ 7-1 ജർമ്മനി പരാജയപ്പെടുത്തി. 7 അപ്പ് എന്ന പേരിൽ പിന്നീട് ആരാധകർ അതിനെ പകുതി തമാശയായിട്ടുമൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഒരു 7-1 വിജയമാണ് കഴിഞ്ഞ ദിവസം ജർമ്മനി ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമായ ക്യുറസാവോയ്ക്കെതിരെ നേടിയത്. 2014 ലോകകപ്പിൽ ജർമ്മനിയുടെ സെമി ഫൈനലിലെ ആ വിജയം തൊട്ടു പിന്നാലെ ഫൈനലിൽ അർജൻറ്റീനയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായാണ് അവസാനിച്ചത്. ഈ ലോകകപ്പിൽ ജർമ്മനിയുടെ ആദ്യത്തെ മത്സരമായിരുന്നു ക്യുറസാവോയ്ക്കെതിരെ. 7-1 വിജയം എന്ന് പറയുന്നത് ഒരുപക്ഷേ ജർമ്മനിയുടെ ലോക കിരീടത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണോ എന്ന് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. 2014 ബെലോ ഹൊറിസോണ്ടിയിൽ ആ ലോകകപ്പിൻ്റെ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. മലയാള മനോരമയ്ക്ക് വേണ്ടി ആ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ചുമതലപ്പെട്ട ആളായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ബെലോ ഹൊറിസോണ്ടി എയർപോർട്ടിൽ മത്സരത്തിന് ശേഷം മനോരമയിലേക്കുള്ള വാർത്തകളും മറ്റും അയക്കുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് ഒരു ബ്രസീൽ ആരാധകൻ കയറി വന്നു. ആ ബ്രസീൽ ആരാധകൻ്റെ കയ്യിലൊരു വലിയ ട്രാഫിക് കോൺ ഉണ്ടായിരുന്നു. ഈ ട്രാഫിക് കോൺ ഒരു വലിപ്പമുള്ള ട്രാഫിക് കോൺ കൈ പിടിച്ചാണ് വരുന്നത്. എല്ലാവരോടും എയർപോർട്ടിലിരിക്കുന്ന എല്ലാവരോടും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത് വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ ട്രാഫിക് കോൺ അദ്ദേഹം കുറച്ച് നിരാശയിലാണ്. അപ്പോൾ നിരാശയുടെ ഒരു കനം കൂടുന്ന മാതിരി അല്പം മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തും വന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കിത് വേണോ? അപ്പോൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഫ്രെഡ് ബ്രസീലിൻ്റെ അന്നത്തെ ആ ടീമിലെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ഫ്രെഡാണ്, ഫ്രെഡിനെ വിൽക്കാൻ കൊണ്ടുനടക്കുകയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് ഒരു ഏറ്റവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങളാണത്. ജർമ്മനിയുടെ അന്നത്തെ വിജയം അത് ഓർമ്മിപ്പിക്കുന്നത് അവരുടെ ഒരു ലോക ചാമ്പ്യൻ പട്ടത്തിലേക്കുള്ള ഒരു കുതിപ്പിനെയായിരുന്നു. പിന്നീട് വന്ന 2 ലോകകപ്പുകളിൽ 2018 2022 ജർമ്മനിക്ക് കാര്യമായി ശോഭിക്കാനായില്ല എന്ന് മാത്രമല്ല, ജർമ്മനിയുടെ ആ ഒരു തലമുറ, അതായത് 2002 ലോകകപ്പിൽ ബ്രസീലിനോട് ഫൈനലിൽ തോറ്റെടുത്തെന്നാണ് ജർമ്മനിയുടെ വിജയചരിത്രം തുടങ്ങുന്നത്. അന്ന് ഒളിവർ കാൻ ക്യാപ്റ്റനായിരുന്നു. ഗോൾ കീപ്പർ ഒളിവർ കാൻ്റെ നേതൃത്വത്തിൽ വന്ന ജർമ്മനി ബ്രസീലിനോട് ഫൈനലിൽ തോറ്റു. പക്ഷേ പിന്നീട് അവിടുന്ന് ഒരു ജർമ്മൻ ഫുട്ബോളിൻ്റെ നവോത്ഥാനമായിരുന്നു നമ്മൾ കണ്ടത്. യൊക്കിം ലോ എന്ന പരിശീലകൻ്റെ കീഴിൽ ജർമ്മനി പിന്നീട് നടത്തിയ മുന്നേറ്റങ്ങളുടെ ഒടുവിലാണ് അവർ 2014 ലോക ചാമ്പ്യന്മാരായത്. പിന്നീട് പക്ഷേ ജർമ്മനിക്കൊരു കാര്യമായ വളർച്ച ഉണ്ടായില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വന്ന തോൽവികൾ അവരെ വല്ലാതെ നിരാശപ്പെടുത്തി. പ്രത്യേകിച്ചും ജർമ്മൻ ആരാധകർ വളരെ നിരാശരായിരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞുപോയത്. ആ കാലം കഴിഞ്ഞുപോയി. ഈ ലോകകപ്പിൽ ജർമ്മനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനമാണ്. വളരെ ചെറിയൊരു ടീമാണ് ക്യുറസാവോ എങ്കിൽ പോലും അവർക്കെതിരെ നേടിയ 7-1 വിജയം. ടീമിൻ്റെ ഒരു ഒത്തിണക്കം ആ മത്സരത്തിൽ വളരെ പ്രകടമായിരുന്നു. ഒപ്പം തന്നെ ക്യുറസാവോ നേടിയ ഒരു ഗോൾ ജർമ്മനിയുടെ ഒരു ഡിഫൻസിലെ ആശങ്കകളെയും നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചു തരുന്നുണ്ട്. അവരുടെ ചില പോരായ്മകൾ. ക്യുറസാവോ എന്ന് പറയുന്ന ഒരു ചെറിയ ടീമിനും വേണമെങ്കിൽ ജർമ്മനിക്കെതിരെ ഒരു ഗോൾ നേടാൻ പറ്റും. അല്ലെങ്കിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ, ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ജർമ്മനിയെപ്പോലെ ഒരു വമ്പൻ ടീമിനെതിരെ തങ്ങൾക്കും ഗോൾ നേടാൻ പറ്റും എന്ന് ക്യുറസാവോയ്ക്കും ഒരു ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരു ഗോളായിരുന്നു അത്. ആ ഒരു ഗോൾ ഒരു പക്ഷേ ജർമ്മനിയുടെ ചില പോരായ്മകളെയും തുറന്ന് കാട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കാൻ കാണാം. രണ്ടാമതായി എനിക്ക് തോന്നുന്നു നമ്മൾ ബ്രസീലിനെ കുറിച്ചാണ് പറയേണ്ടത്. ബ്രസീൽ ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് സമനില വഴങ്ങി. നമ്മൾ ഈ ലോകകപ്പിന് മുമ്പ് ബ്രസീൽ ലോകകപ്പിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് നെയ്മാറിനെ കുറിച്ചായിരുന്നു. നെയ്മാർ ലോകകപ്പ് കളിക്കുമോ ഇല്ലയോ, നെയ്മാറിൻ്റെ പരിക്ക് എവിടെ വരെ. എന്തായാലും നെയ്മാറിന് ആദ്യ മത്സരത്തിൽ കളിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പൂർണ്ണമായും ഫിറ്റല്ല. പരിശീലനത്തിനിടെ ഉണ്ടായ ഒരു ഇഞ്ചുറിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെയ്മാറിൻ്റെ പ്രശ്നമായി കാണുന്നത്. പക്ഷേ നെയ്മാർ മാത്രമല്ല, ബ്രസീൽ ടീമിൽ ഒരു പറ്റം മികച്ച യുവതാരങ്ങളുണ്ട്. നെയ്മാർ കളിക്കാത്തത് കൊണ്ടല്ല ബ്രസീൽ മൊറോക്കോയോട് സമനില വഴങ്ങേണ്ടി വന്നത്. നമുക്കറിയാവുന്ന റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ സ്റ്റാറായ വിനീസിയൂസ് ഉൾപ്പെടുന്ന ഒരു വലിയൊരു താരനിര ബ്രസീലിനൊപ്പമുണ്ട്. പക്ഷേ ബ്രസീലിന് മൊറോക്കോയ്ക്കെതിരെ അവരുടെ ഒരു റിതം, ബ്രസീലിൻ്റെ സ്വാഭാവികമായ കളിശൈലിയെക്കുറിച്ച് നമ്മളെല്ലാവരും പറയും. ബ്രസീലിനൊരു റിതമുണ്ട്. ബ്രസീൽ ഒരുപാട് വലിയ ഒരു ടാക്ടിക്സുകളിൽ കളിക്കുന്ന ഒരു ടീമല്ല. ഇതുവരെയുള്ള ഒരു ലോകകപ്പിലും അവർ ടാക്ടിക്സ് കൊണ്ടല്ല അവർ ജയിച്ചിട്ടുള്ളത്. അവരുടെ ഒരു കളിയുടെ ഒരു റിതം, ഒരു താളം എപ്പോഴാണോ അവർക്ക് റെഡിയാവുന്നത് ആ കളി അവർ ജയിക്കും. അതാണ് അവരുടെ ഒരു ശൈലി. ആ ഒരു റിതം അവർക്ക് ഈ ഒരു കളിയിൽ നേടാൻ സാധിച്ചില്ല. അപ്പോൾ അതൊരു ആശങ്കയായിട്ട് വേണേൽ പറയാം. പക്ഷേ നമുക്ക് മുമ്പിൽ 2022 ലോകകപ്പിലെ അർജൻറ്റീനയുടെ ആദ്യ മത്സരമുണ്ട്. സൗദി അറേബ്യയോട് തോറ്റാണ് അർജൻറ്റീന കളി തുടങ്ങുന്നത്, ലോകകപ്പ് തുടങ്ങുന്നത്. ആ ലോകകപ്പിൽ അവർ ചാമ്പ്യന്മാരായാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിലെ സമനില ഒരു നിരാശയ്ക്കല്ല, ഒരുപക്ഷെ പ്രതീക്ഷയ്ക്കാണ് വക നൽകുന്നതെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരായ ടീം ആരാണ് എന്നൊരു ചർച്ച എല്ലായിടത്തും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കരുത്തരായ 2 ടീമുകൾ എന്നേ ഞാൻ പറയൂ. ഒന്ന് ഫ്രാൻസാണ്, 2 സ്പെയിനാണ്. എന്തുകൊണ്ട് ഫ്രാൻസ് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കിലിയൻ എംബപ്പെ, ഉസ്മാൻ ഡെമ്പലെയൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം, ഒരാളുടെ 2 പേരുടെ പേരിൽ അവസാനിക്കുന്നില്ല. പേരുകൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ തുടക്കം മുതൽ ഗോൾ കീപ്പർ മുതൽ ഏറ്റവും സെൻട്രൽ ഫോർവേഡ് വരെയുള്ള എല്ലാവരുടെയും പേരുകൾ പറയാം. അതുപോലെ സൂപ്പർ താരങ്ങൾ.
2018 അവർ ചാമ്പ്യന്മാരായി. 2022 ഫൈനലിൽ അർജൻറ്റീനയോട് തോറ്റു. 2022 അർജൻറ്റീനയോട് തോൽക്കുന്നത് തന്നെ നമുക്കറിയാം. ആ ഒരു തോൽവിയെ, അർജൻറ്റീനയുടെ വിജയത്തിൽ ഫ്രാൻസിൻ്റെ ഒരു തോൽവി അതിനൊരു ശോഭ നശിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭ മങ്ങിപ്പോകുന്നില്ല. കാരണം അതുപോലൊരു കംബാക്ക് ആ ഫൈനലിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ തുടർച്ചയായ 2 ലോകകപ്പുകളുടെ ഫൈനൽ കളിച്ച ഒരു ഫ്രാൻസാണ് ഇത്തവണ ഈ ലോകകപ്പിന് വരുന്നത്. എംബപ്പയുടെ നേതൃത്വത്തിൽ വരുന്ന ടീം വളരെ ശക്തരാണ്, ചെറുപ്പക്കാരാണ് അതിൽ കൂടുതൽ. ലോകകപ്പ് എക്സ്പീരിയൻസ് അധികമുള്ള കളിക്കാർ ഇത്തവണ ഫ്രാൻസ് ടീമിനൊപ്പമില്ല എന്നത് മാത്രമാണ് അവരുടെ ഒരു പോരായ്മ. സ്പെയിൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനാണ് ഈ ലോകകപ്പിൽ കളിക്കുന്നത്. ഈ ലോകകപ്പിൽ വരുന്ന അവരുടെ ഈ ടീമിനെ കൊണ്ട് ആ ടീം എവിടെ വരെ എത്തുമെന്നുള്ളത് ഒരു പ്രവചനത്തിന് ഞാൻ മുതിരുന്നില്ല. പക്ഷേ സ്പെയിൻ ടീമിൽ ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. തീർച്ചയായിട്ടും അർജൻറ്റീനയെക്കുറിച്ച് കൂടി പറയാതെ വയ്യ. കാരണം ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പായിരിക്കും ഇത് എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാൻ വന്ന താരങ്ങളെല്ലാവരും മെസ്സിയെ കണ്ട് മെസ്സിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് കളി തുടങ്ങിയവരോ അല്ലെങ്കിൽ കളിയിൽ മുന്നേറിയവരോ ആയിരുന്നു. റോഡ്രിഗോ പോൾ ആണെങ്കിലും അങ്ങനെയുള്ള യൂലിയൻ അൽവാരസ് ആണെങ്കിലും അങ്ങനെ കുറേയേറെ താരങ്ങൾ അവർ വളരെ ചെറുപ്പക്കാരായ കളിക്കാരാണ്. ഈ ലോകകപ്പിൽ ഏറെക്കുറെ അതേ ഒരു സമാനമായൊരു ലൈനപ്പിനായിട്ടാണ് ലയണൽ സ്കലോനി ലോകകപ്പിന് വരുന്നത്. മെസ്സിയുടെ നേതൃത്വത്തിലാണ് അവർ കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത്. അർജൻറ്റീന ഉറപ്പായിട്ടും ഈ ലോകകപ്പിൽ കുറേയേറെ അത്ഭുതങ്ങൾക്ക് കാരണമാകും, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നത് ഏറെക്കുറെ നമുക്ക് ഉറപ്പാണ്.